എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടെന്ന് വെച്ചാൽ കിളിപ്പോൾ റേഞ്ച് പോലും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് പുള്ളിയായിട്ട് കോണ്ടാക്ട് എടുത്ത് സംസാരിച്ച് പുള്ളിയെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മളെ പടത്തിൽ അഭിനയിപ്പിച്ചു. ആരും വിശ്വസിച്ചില്ല. ഞാൻ ഈ നോർമലി പറയുന്നത് പിന്നെ ഇപ്പൊ കുറെ ഉണ്ടാക്കും എന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ നമ്മള് ശ്രമിച്ചാൽ നടക്കും എന്നുള്ളതാണ്. ഒരു എക്സ്ക്ലൂസീവ് സാധനം തരാൻ പോവാ. കിളിപ്പോൾ എങ്ങനെ വന്നു? കിളിപ്പോൾ ഫ്ലൈറ്റിലാണെന്ന് പറയല്ലേ? നോർമലി നമ്മുടെ മിഥുൻ രമേശ്, നമ്മുടെ കോമഡി അങ്ങനെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്. പുള്ളിയുടെ ഹിറ്റ് എഫ് എമ്മിൽ ഇവൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മള് സ്ക്രിപ്റ്റിൽ എഴുതി വെച്ച കാർത്തിക് സൂര്യനാണ് കിളിപ്പോളിന്റെ സ്ഥാനത്ത്. കാർത്തിക് സൂര്യ എന്നാണ് ഇപ്പോഴേക്ക് സ്ക്രിപ്റ്റ് മാറ്റിയിട്ടൊന്നുമില്ല. ആ സ്ഥലത്ത് ഇവൻ വരണമെന്നുണ്ട് കാർത്തിക് സൂര്യ പറയുന്നത്. അപ്പം ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു ഇപ്പം ഒന്ന് സംസാരിക്കണ്ടേ? അതെ, സിനിമ എവിടെയെങ്കിലും ആവണം. എന്നാലേ ആരെങ്കിലും കയറി കാണുള്ളൂ. ഇന്നത്തെ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി വിളിച്ചാൽ പോലും വരില്ല. അങ്ങനത്തെ ഒരു നമ്മൾ ഇനി എന്ത് ചർച്ച കിടന്ന് ചെയ്തെന്ന് പറഞ്ഞാലും പക്ഷെ നല്ല പടമാണെങ്കിൽ പോയി കാണാൻ കേട്ടോ, ഇല്ലെന്നല്ല. എന്നാൽ പോലും നമുക്ക് ആദ്യമേ ഒരു ഇത് വേണ്ടേ. നോർമലി നമുക്കൊരു സ്ക്രിപ്റ്റ്, അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരണമെന്നുള്ളത് ഇത് നമ്മൾ ടെലിവിഷനിൽ നിന്ന് പഠിച്ചു. ടെലിവിഷനിൽ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാക്കി വെച്ചാൽ റേറ്റിംഗ് വരുള്ളൂ. അത് കാണാൻ അവിടെ ഉണ്ടായിട്ട് ഇരിപ്പിക്കാൻ വേണ്ടി നമ്മൾ സാധനം വേണം. അപ്പം അങ്ങനെ നോക്കിയപ്പം മിഥുൻ്റെ നമ്പർ എടുത്തു, വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ അവന് ഒടുക്കത്തെ റേറ്റും അങ്ങനെ ഞാൻ കേട്ടത് 20 കോടിയാണോ കൊടുത്തത്? 20 കോടി അവിടത്തെ